ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ 135ാം ജന്മവാർഷികമാണ്. ശിശുക്കളുടെ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ജവഹർലാൽ നെഹ്റു നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യത്ത് ശിശുദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. ശിശുദിന സ്റ്റാമ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ശിശുദിനത്തോടനുബന്ധിച്ച് എറണാകുളത്ത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്തെ പ്രതീക്ഷയുടെ കുസുമങ്ങൾ സ്നേഹപ്പേരിട്ട് വിളിച്ചൊരു പ്രധാനമന്ത്രി. കുട്ടികളുടെ ആ സ്നേഹത്തെ നെഞ്ചിലെ പനിനീർപ്പൂവായി കാത്തു സൂക്ഷിച്ച നമ്മുടെ അഭിമാനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന്. ശിശുദിന റാലിയും സമ്മേളനവും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു എന്ന് വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് കുട്ടികളോടുള്ള താല്പര്യം, സ്നേഹം, അതാണ് നിങ്ങളെല്ലാവരെയും പനിനീർ പൂവിലും പ്രതിഫലിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശിശുദിനം നവംബർ 14 തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ, അന്തർദേശീയമായി വേറൊരു ദിനമാണെങ്കിലും ഇന്ത്യയിൽ നവംബർ 14 നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം. എല്ലാ മതം, ജാതി, ചിന്തകൾക്കൊക്കെ അതീതമായി നല്ല മനുഷ്യരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കുന്നവരായി കുഞ്ഞുങ്ങളാകെ മാറട്ടെ. അതാകട്ടെ ഇത്തവണത്തെ ഉത്തരവാദിത്വം എന്ന സന്ദേശം മാത്രം.